يا رب هذا الكون ما أروى لولاك يا رباه من أبدى. يا رب هذا الكون ما أروى لولاك يا رباه من أبدى. أنت الذي أبدعت هذا الوجود خلقك يا رباه ما أرفع. الشمس فيه لا تطال القمر والقمر الزاهي بلا مستقى. الشمس فيه لا تطال القمر والقمر الزاهي بلا مستقى. كلاهما نور لكل البشر كلاهما نور لكل البشر ليلا نهارا أنجم ساطعة. يا رب هذا الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول ولا تبطلوا أعمالكم. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, സർവാധിനാഥനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും സർവദാ ജീവിതത്തിൽ പകർത്തി എല്ലായ്പ്പോഴും സൂക്ഷ്മാലുക്കളായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. സഹോദരങ്ങളെ, ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയങ്ങളെയും അപഗ്രഥന സ്വഭാവത്തോടെ കാണുകയും വിലയിരുത്തുകയും അതിനനുസരിച്ച് വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും ആചാരങ്ങളിലും ശക്തമായ കോട്ട പടുത്തുയർത്തുകയും ചെയ്തിട്ടുള്ള ദൈവിക മതമാണ് ഇസ്ലാം. മുസ്ലിങ്ങൾ ഏത് കാലഘട്ടത്തിലും നാടിൻ്റെ, സാഹചര്യത്തിൻ്റെ, കാലഘട്ടത്തിൻ്റെ, ചുറ്റുപാടിൻ്റെ മാറ്റങ്ങളെയും പരിവർത്തനങ്ങളെയും വാരിപ്പുണർന്ന് ഏതൊരു സമൂഹത്തിൻ്റെ നടപടിക്രമങ്ങളിലും പങ്കാളികളായി, അങ്ങനെ എല്ലാറ്റിലും കൂടെ കൂടുന്നവരായി ജീവിക്കേണ്ടവരല്ല എന്ന വസ്തുത ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഒരാളും കൂടക്കൂടികളായി ജീവിക്കരുത്. ലാ തകുൻ അഹദുക്കും മിമ്മഅതൻ, നിങ്ങളിൽ ഒരാളും ആവരുത്. കൂടക്കൂടികളാവുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹമോ
ഒരു വ്യക്തിയോ ഒരു നേതൃത്വമോ ഒരു സംഘമോ ചെയ്യുന്ന കാര്യങ്ങളിൽ ആരുടെ സമീപത്താണോ അവരെത്തിപ്പെടുന്നത്, അവർ ചെയ്യുന്നത് എന്തുമാവാം, അതിനോട് കൂട്ടുനിൽക്കുക. ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള ആളുകളുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും പങ്കുകൊള്ളുകയും അതിൻ്റെ ആളുകളായി ചമയുകയും, എന്നാൽ അതിന് നേരെ എതിരായ ആശയം, അവരെതിർക്കുന്ന വിമർശിക്കുന്ന ആശയക്കാരിലേക്ക് ചെന്നുചേർന്നാൽ ആ ആശയത്തെ വാരിപ്പുണരുകയും ചെയ്യുക. അങ്ങനെ സദസ്സിനനുസരിച്ച് നിൽക്കുന്ന ആളുകളെപ്പറ്റി അള്ളാഹുവിന്റെ റസൂല് പറയും, നിങ്ങൾ കൂടെ കൂടികളാവരുത്. ലാ തകുൻ അഹദുക്കും മിമ്മഅതൻ, നിങ്ങൾ അമ്മായി പണിയെടുക്കരുത് എന്നാ അതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. അങ്ങനല്ലേ? ആ അങ്ങനെ തന്നെ. ഇങ്ങനെയല്ലേ അമ്മായിയെ? ആ അങ്ങനെ തന്നെ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യല്ലേ അമ്മായി? ആ എന്നാ അങ്ങനെ തന്നെ. വ്യക്തി ഒരു അഭിപ്രായമൊന്നുമില്ല, ആരാ ആദ്യം അങ്ങോട്ട് ചോദിക്കണേ അതിനനുസരിച്ച് അങ്ങനെയൊക്കെ തന്നെ. അതിൽ കവിഞ്ഞ് സ്വന്തമായ ഒരു ആദർശം, സ്വന്തമായ ഒരു ആശയം, സ്വന്തമായ ഒരു കാഴ്ചപ്പാട്, വ്യക്തിത്വം ഒന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾ. റസൂലുള്ളാഹി പറഞ്ഞു, ജനങ്ങൾ നല്ലത് ചെയ്താൽ ഞങ്ങളും നല്ലത് ചെയ്യും, ജനങ്ങൾ ചീത്ത ചെയ്താലോ ഞങ്ങളും ചീത്ത ചെയ്യും. അങ്ങനെ നിങ്ങളാവരുത്. ജനങ്ങൾ നല്ലത് ചെയ്താൽ ഞങ്ങൾ നല്ലത് ചെയ്യും, ജനങ്ങൾ ചീത്ത ചെയ്താലും ഞങ്ങൾ നല്ലത് ചെയ്യും, ഞങ്ങൾ ചീത്ത ചെയ്യില്ല. അങ്ങനെ നിങ്ങൾ അങ്ങനെ ആയിത്തീരണമെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നു. അപ്പം നാട്ടിന്റെ ആചാരങ്ങൾ, താൻ ജീവിക്കുന്ന മഹലിന്റെ അനുഷ്ഠാനങ്ങൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ ആളുകൾ ആചരിക്കുന്ന ചടങ്ങുകൾ, ഇതിലെല്ലാം തത്വദീക്ഷിതയില്ലാതെ തെളിവുകളുടെയോ ന്യായങ്ങളുടെയോ ബലാബലങ്ങൾ നോക്കാതെ ആളുകൾ അതിനോട് കൂടിച്ചേരുന്ന ഒരവസ്ഥ, വ്യക്തിത്വമില്ലാത്ത ഒരവസ്ഥ ഇതുണ്ടാകരുത്. എവിടെയായിരുന്നാലും ഒരു മരിച്ച വീട്ടിൽ ഒരാൾ ഒറ്റക്ക് മാറി നിൽക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ അൽഫാത്തി ഓതുന്നു. അപ്പൊ ചോദിക്കുക, ഇയാൾക്ക് എന്താ ഫാത്തിയായിട്ട് ബന്ധല്ലേ? ഫാത്തിയ നല്ലതല്ലേ? അയാൾക്ക് എന്താ ഫാത്തി ഓതുന്ന ഇടത്തിൽ വന്നിരുന്നാൽ, ഒന്ന് കൈപൊക്കിയാൽ, ഒന്ന് ആമീൻ ചൊല്ലിയാൽ? വിമർശിക്കുന്ന ആളുകളുടെ വിമർശനം കേട്ടാത്തൊന്നും അയാൾക്ക് ഫാത്തിഹയില്ല, അയാൾക്ക് ദീനായിട്ട് ബന്ധമില്ല എന്നോ. മരിച്ചിടത്ത് ഫാത്തി ഓതി കൈ ഉയർത്തി ആമീൻ പറയുന്ന സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട് അയാൾ ആ സന്ദർഭത്തിൽ നിന്ന് മാറിയുന്ന അയാൾ ഒറ്റക്ക. ബാക്കി എല്ലാ ആളുകളും അങ്ങനെ ചെയ്യുന്നു അല്ലേ? അപ്പൊ ബാക്കി എല്ലാ ആളുകളുടെ കണ്ണിൽ അയാൾ ആരാ? പേച്ചുപോയ ആളുകളാണ്, പേച്ച വ്യക്തിയാണ്. അങ്ങനെയാണ് ആളുകളുടെ ധാരണ. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങളിലും, നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഇപ്പൊ നമ്മൾ നോക്കൂ, ആളുകൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ചില ആളുകൾക്ക് പ്രവാചകൻ കാണിച്ച അത്ഭുതങ്ങൾ പറയാനായി ഇഷ്ടം. കാരണം അത്തരം അത്ഭുതങ്ങൾ പറഞ്ഞാലേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. പൊതുവേ ജനങ്ങൾ എന്താണ്, അത്ഭുതം കാണിക്കുന്നിടത്ത് എന്തോ വലിയൊരു കാര്യമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ലോകത്താണ് ഇന്ന് പൊതുവേ ആളുകൾ. ആകാശത്ത് നിന്നൊരു ഭസ്മം കൈ ചുഴറ്റി പിടിച്ചാൽ അത്ഭുതമായി അല്ലേ? ആനയെ അപ്രത്യക്ഷമാക്കിയാൽ ഗോപിനാഥ് മുതുകാട് ദൈവമാകോ? ഇല്ല. കാരണം അദ്ദേഹം ഒരു മതത്തെയും കൂട്ടുപിടിച്ചിട്ടില്ല. ദൈവമാകണേ മതത്തെ കൂട്ടുപിടിക്കണം, തങ്ങളാകണമെങ്കിൽ മതത്തിന്റെ ആളാകണം. അങ്ങനെയാ വെപ്പ്. നേരെ മറിച്ച് വ്യക്തിപരമായി നിന്നാലോ ഒരു പ്രശ്നമില്ല, ആരും ആവില്ല അല്ലേ? അത് വെള്ളരിപ്രാവിനെ പ്രദർശിപ്പിച്ചാലും ആനയെ അപ്രത്യക്ഷമാക്കിയാലും ഇനി ഇങ്ങനെ ഒരാൾക്ക് തോന്നുക എന്ത്, ഏതെങ്കിലും ഒരു രാജ്യം വിഴുങ്ങുന്നതായി തോന്നുക, ഇങ്ങനെയൊക്കെ മേജിക് കയറി കാണിക്കും അല്ലേ? അത്ഭുതങ്ങളാണ്. അത് പൈസ കൊടുത്താണ് ആളുകളെ കാണാൻ ചെല്ലുക അല്ല. അത് കാണുമ്പോ എന്താ, അയാൾ തിരക്കടില്ല. കരണ്ട് മോഹൻ 410 വോൾട്ട് വൈദ്യുതി കടത്തി വിട്ടാലോ പുള്ളിക്കാരനൊരു പ്രശ്നമില്ല. അപ്പൊ ദൈവമാകണേ ആകേണ്ടത് അദ്ദേഹം, പക്ഷെ ആയിട്ടില്ല. അതിനെന്തെങ്കിലും ഒരു മതത്തിന്റെ പരിവേഷം വേണം, വേഷവിധാനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കണോ. അങ്ങനെയൊക്കെ ആകുമ്പാണ് അത്ഭുതങ്ങളാണ് മതത്തിന്റെ ആകത്തുക എന്ന് മനസ്സിലാക്കിയ ധാരാളം ആളുകൾ. സത്യത്തിൽ പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് അല്ലാഹ് നൽകിയെന്ന് എന്തിനാ? അള്ളാന്റെ ഏകത്വം സ്ഥാപിക്കാനാ. അതെല്ലാം കൂടി പിന്നെ അമ്പിയാക്കളുടെ ഏകത്വം സ്ഥാപിക്കാനും അവരെ ആരാധിക്കാനുള്ള തെളിവാക്കി നമ്മുടെ കൗമ്, വിവരമില്ലാത്ത നമ്മുടെ ജനതയും വിവരമില്ലാതെ അവരെ നയിക്കുന്ന പുരോഹിതന്മാരും അല്ലേ? അങ്ങനെയാണ് ഇന്നത്തെ ഈ സൊസൈറ്റിയുടെ പൊതുവേ ഉള്ള ഒരു സെറ്റപ്പ്. ഞാൻ ആ മഹലിലുള്ള ആളല്ലേ, അങ്ങനെ എനിക്ക് ഒറ്റയടിക്കൊക്കെ അങ്ങനെ എതിർക്കാൻ പറ്റുമോ? മയത്തിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം, മയത്തിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം എന്നതാണ് ആളുകളുടെ ധാരണ. അങ്ങനെ ഒരു ധാരണ ഇസ്ലാമികമായി ശരിയല്ല എന്ന് ഞാൻ പറയും. പിന്നെ ആവാം, നാളെ ആവാം, മറ്റന്നാളാവാം, അടുത്ത ആഴ്ച പറയാം, ഇനിയുണ്ടല്ലോ ഒരു 5 വരാൻ, അപ്പോഴാവാം എന്നൊന്നും കരുതാൻ ഇസ്ലാമിക ദൃഷ്ട്യാ വകുപ്പില്ല.